Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ റെസിപ്പി തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതെന്നാന്നറിയുന്ന ആലോചിക്കുന്നത്, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കലണ്ടറിലൊന്നും കാണാൻ ഒക്കിയേല. പക്ഷേ ഈ സന്തോഷം എന്നാന്നറിയാമോ, ഞാനും നിങ്ങളും കൂടെ ഉള്ളൊരു സന്തോഷമാണ്. എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയേച്ചേ ഇന്ന് 100ാമത്തെ ദിവസമാണ്. വല്ല ഓർമ്മയുണ്ടോ? പക്ഷെ ഞാൻ പരാതി ഒന്നും പറയുകയല്ല. കാര്യം എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ കാര്യത്തിനൊക്കെ ബിസിയല്ലേ. അന്നേരം പിന്നെ ഞാൻ പരാതി പറഞ്ഞാൽ ഒക്കത്തില്ലല്ലോ. പക്ഷേ എന്നാലും എൻ്റെ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചില്ലേൽ എനിക്ക് ഒക്കുകയല്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ ആഘോഷം എന്നൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്യുന്ന റെസിപ്പിയൊക്കെ ഇല്ലേ, നിങ്ങളൊക്കെ വീട്ടിൽ ആനീസ് കിച്ചണിലെ റെസിപ്പി മൊത്തം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും നിറവും, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും നമ്മുടെ ഒരു ആഘോഷമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ, ഈ ഒരു ഡയസിൽ, അതായത് ഒരു 100 ദിവസം ഞാൻ ഇവിടെ തികയ്ക്കാൻ കാര്യം കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റും ഇല്ല. ഈ 18 കൊല്ലത്തിന് ശേഷം ഞാൻ ഈ സ്ക്രീനിൽ തിരിച്ചു വന്നപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിരുന്നു എനിക്ക് തന്ന സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ 100 എപ്പിസോഡ്, അതായത് 100ാമത്തെ ദിവസം, നമ്മൾ തമ്മിൽ കണ്ട 100ാമത്തെ ദിവസം ആഘോഷിക്കുന്നതും ഈ ഡയസിൽ ഞാൻ നിൽക്കുന്നതും. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു നന്ദി പറഞ്ഞാൽ അതൊരു ഫോമലായി പോകും. പക്ഷേ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ശരിക്കും ഈ 100ൻ്റെ നിറവിൽ എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ നന്ദി പറയുക. ഈ ഒരു സഹകരണവും പ്രോത്സാഹനവും ഈ എനർജിയും ഒക്കെ എനിക്ക് ഇനിയുള്ള കാലവും എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ കൂടെ നിൽക്കണം. അതാണു എൻ്റെ ഒരു സ്ട്രെങ്ത് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്. നമ്മുടെ 100ാമത്തെ എപ്പിസോഡിനകത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരാൻ പോകുന്നത്. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ സംഗീത കുടുംബമാണു അദ്ദേഹത്തിൻ്റേത്. പക്ഷേ അദ്ദേഹത്തിന് സംഗീത കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഏതെങ്കിലും ഒരു പാട്ടുകാരാണ് വരുന്നതെന്ന്. പക്ഷേ അല്ല, സംഗീത കുടുംബത്തിൽ നിന്നാണ് വന്നെങ്കിൽ പോലും അദ്ദേഹം അഭിനയത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത്. വേറെ ആരുമല്ല, നമ്മുടെ മനോജ് കെ ജയനാണ് നമ്മുടെ 100ാം എപ്പിസോഡ് ആഘോഷിക്കാൻ ഇവിടെ വരുന്നത്. മനോജ് ചേട്ടനെ പറ്റി നമ്മൾ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്ത് നോക്കിയാൽ പെട്ടെന്ന് കുട്ടൻ തമ്പുരാനെ അല്ലേ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ഓർക്കുന്നത്. ശരിക്കും കുട്ടൻ തമ്പുരാൻ മാത്രമല്ല, മനോജ് ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരാന്നേലും മറക്കുകയല്ല. ആനന്ദഭദ്രത്തിലെയൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാലേ നമ്മളത് മറക്കാൻ ഒക്കുമോ? അത് ഒക്കത്തില്ല. കൂടുതൽ വിശേഷം ഞാൻ പറഞ്ഞാൽ മനോജ് ചേട്ടന് എന്നാ പറയാൻ പറ്റും അല്ലേ? ഒക്കത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ 100ാം എപ്പിസോഡും കൂടെ ഒന്ന് ആഘോഷിക്കണ്ടേ? അതിന് ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒത്തിരി പാചകം ചെയ്തേച്ച് പെട്ടെന്ന് നിന്നുകൊണ്ട് എന്നതേലായിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി അല്ല. പേര് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, പിച്ചിപ്പോട്ട കോഴി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്നാ പറയുന്നത്, അതിന് ദേഷ്യം വന്നിട്ടൊക്കെ നമ്മൾ എന്നേലായിക്കോട്ടെ എന്ന് വെച്ച ഒരു റെസിപ്പിയാണ്. അല്ല കേട്ടോ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം ഞാൻ ഇച്ചിരി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 100ാം എപ്പിസോഡല്ലേ, അന്നേരം പിന്നെ ഇച്ചിരി നമുക്ക് പണി ചെയ്യാനും ഇച്ചിരി മടി കാണും. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ബോൺലെസ് ചിക്കൻ, അതായത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ എൻ്റെ ഈ ഭരണി കാണുമ്പോഴത്തേന് അറിയാം ഇതിനകത്ത് ഉപ്പ് തന്നെയാണ്. പിന്നെ ഇതിനാണെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ മതി, വേറൊന്നും വേണ്ട. പിന്നെ വേണ്ടിയത് കുറച്ച് കടുക്, ഇച്ചിരി വറ്റൽ മുളക്, ഇച്ചിരി തേങ്ങ കൊത്ത്. ഇത് ഇച്ചിരി മുഴുത്തയായിട്ട് അരിഞ്ഞേക്കുന്നത്, അത്രയും വേണ്ട. ഒരു ഇച്ചിരി എന്നാ പറയുക, ഇച്ചിരി കൂടെ കുഞ്ഞാക്കിക്കോ. ഇതിനകത്ത് നമുക്ക് 2 ഉള്ളിയും വേണം. അതുകൊണ്ട് എന്നോടൊന്നും പറയല്ലേ, ഇന്ന് 100ാമത്തെ എപ്പിസോഡല്ലേ, അതുകൊണ്ട് ഇച്ചിരി സ്വാദായിട്ടിരുന്നോട്ടെ. ഇത് ഇച്ചിരി സവാള അരിഞ്ഞേക്കുന്നത് കുഞ്ഞായിട്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു ബൗള്. പ്ലീസ് ഇപ്രാവശ്യം കോംപ്രമൈസ്, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ ആന്നേൽ കുറച്ച് വിനീഗർ, ഗരം മസാല. ഇത് ഞാൻ പൊടിച്ചേക്കുന്നതാ, ഞാൻ പറഞ്ഞ കൂട്ട് അത് തന്നെ പൊടിച്ചേച്ചാൽ മതി, പാക്കറ്റിൽ കിട്ടും. പിന്നെ ആന്നേൽ കുറച്ച് പെരിഞ്ജീരകപ്പൊടി. ഇനി ഇതിനകത്തുള്ള ചെറിയൊരു കാര്യം എന്നാന്ന് വെച്ചാൽ,
നമുക്ക് ഈ പൊടിയൊക്കെ ആണെങ്കിലും നമ്മൾ പച്ചമുളകൊക്കെ ആണെങ്കിലും വെയിലത്ത് വെച്ച് ഉണങ്ങിയച്ചല്ലേ നമ്മൾ പൊടിക്കാൻ കൊടുക്കുന്നത്. അന്നേരം അതിനൊരു റോ ടേസ്റ്റ് ഉണ്ട്, അത് ഒക്കത്തില്ല. നമുക്ക് ഇതിനാന്നേൽ കുറച്ച് ഒന്ന് മൂപ്പിച്ചാലേ നമ്മൾ ലാസ്റ്റ് അത് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേന് ഒരു നല്ലൊരു എന്നാ പറയുന്നത്, ഒരു എന്താ പറയുക, നമ്മുടെ ചിക്കനൊക്കെ ഒലത്തിയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയി വരുമ്പോൾ ഒരു ഡാർക്ക് കളറല്ലേ വരുന്നത്, അന്നേരം കിട്ടത്തുള്ളൂ. ചിലരൊക്കെ ആണെങ്കിൽ എപ്പോഴും വിളിച്ചൊരു കംപ്ലയിൻറ്റ് പറയുമോ, എന്നാന്ന് വെച്ചാൽ ഒലത്തി കഴിയുമ്പോഴത്തേന് അതിന് ആ ഒരു ഡാർക്കിഷ് കളർ കിട്ടത്തില്ലെന്ന്. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് ഇടുമ്പോഴത്തേന് അങ്ങനെ വരുന്നത്. ആദ്യം നമ്മൾ ചീനച്ചട്ടിയിലിട്ടേച്ച് ഒന്ന് മൂപ്പിച്ചേച്ചെടുക്കുവാന്നേൽ നമ്മൾ ലാസ്റ്റ് അതിനെ ഡ്രൈ ആക്കുമ്പോഴത്തേന് അത് നല്ല ഡാർക്ക് കളറാവും. ഇപ്പം ഞാൻ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പൊടിയെല്ലാം ഒന്ന് ഇട്ടേച്ച് ഒന്ന് മൂപ്പിക്കാൻ പോവാം. ആദ്യം വേണ്ടിയത് ഏതൊരു കാര്യമാണെങ്കിലും ഫസ്റ്റ് നല്ല ശുഭമായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി തുടങ്ങാം. കുറച്ച് മഞ്ഞപ്പൊടിയെ, ആ ചിക്കൻ എത്രയാ ഉള്ളതെന്ന് വെച്ചാൽ ആ കൂട്ട്. മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ ഇച്ചിരി മുളക് പൊടി, അതായത് ഞാൻ ഇപ്പം ഇടുന്നത് നമ്മുടെ ചിക്കനേൽ പെരട്ടാനുള്ളത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി എരിവൊക്കെ വേണ്ടതുകൊണ്ടാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോയേ. അങ്ങനെ അന്നേലും സാധാ മുളക് പൊടി 1 സ്പൂണും കാശ്മീരി മുളക് പൊടി 1 സ്പൂണും, അപ്പോൾ എരിവും കിട്ടും. പിന്നെ വേണ്ടിയത് ഇച്ചിരി ഗരം മസാല, പിന്നെ ആന്നേൽ ഇച്ചിരി പെരിഞ്ചീരപ്പൊടി, ഇച്ചിരി അല്ല വേണം, അതിൻ്റെ ഒരു മണം വരണേ, ഒരു 1/2 ടീസ്പൂൺ വെച്ചു. അന്നേച്ച് ഇതിനെ ഒന്ന് മൂപ്പിക്കണം. അത് നല്ല മൂത്ത് വരുന്നുണ്ടേ. അന്നും പറഞ്ഞാൽ അത് കരിഞ്ഞു പോയെന്ന് കണക്കാക്കല്ലേ, അത് ഇച്ചിരി മൂക്കുന്നതാ. അന്നേരം നല്ലതായിട്ടൊന്ന് അതിനെ ഇളക്കി വിട്ടേച്ചും അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ പാൻ ഇച്ചിരി ചൂടല്ലേ, അന്നേരം അതിനകത്തിരുന്നേച്ചും കുറച്ചൊന്ന് അതൊന്ന് മൂക്കുവേ. ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഒന്ന് ഒരു ബൗളിനകത്തോട്ടിട്ട് മാരിനേറ്റ് ചെയ്തേച്ച് നമുക്ക് വേവാൻ വെക്കാവേ. ആദ്യം ചിക്കൻ ആണെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് വലിയ നമ്മൾ കറിക്ക് എടുക്കുന്ന കഷ്ണമാണെന്നില്ല, അങ്ങനെ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെ 4ആയിട്ട് മുറിച്ച് ഞാൻ വലിയ മുഴുത്ത കഷ്ണമാക്കി ഇട്ടേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടേക്കുക, അന്നേരം പിന്നെ ഇതിനകത്തോട്ട് ഇടണ്ട. ഇനി നെക്സ്റ്റ് ഇടാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി. ഒന്നര ടീസ്പൂണാന്നു കണക്ക്. പക്ഷെ ഞാൻ ഇപ്പം ഇതിനകത്തോട്ട് വേവാനായിട്ട്, അതായത് ആ കോഴിയിലെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഇട്ടേക്കുക. ബാക്കി നമ്മൾ ഇച്ചിരി മൂപ്പിക്കാൻ നേരം ഇടാനുണ്ട്. മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ആണെന്നേൽ എരിവ് കണക്കിന് അങ്ങ് ചേർത്തോണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടി, ഈ സെയിം പാനിലോട്ടിട്ട് തന്നെ നമുക്കതിനെ വേവിച്ചെടുക്കാവേ. ഇതിനകത്ത് അന്നേലും ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഒക്കിയല്ല, അത് വേവുകയല്ല. ഇച്ചിരി മുഴുത്ത കഷ്ണമാക്കിയല്ലേ ഞാൻ ഇട്ടേക്കുന്നേ.
ചിക്കനകത്ത്, അതായത് നമ്മുടെ ഇത്രയും പോകുന്ന ചിക്കനകത്ത് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ്, ഒത്തിരി ഒന്നും ഇടരുത്, ഒരു ഇച്ചിരി. ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന പൊടി മാത്രം നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ടു. എരിവൊക്കെ ആണെങ്കിലും നിങ്ങളുടെ കണക്കിന് അങ്ങ് ചേർത്തേച്ചാൽ മതി. ഇനി ഇത് ഞാൻ എല്ലാത്തിനാന്ന് അറിയാവോ ചിക്കനകത്തിട്ട് വേവിച്ചേ? കാരണം ചിക്കനകത്തും ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ചേർത്തേക്കുന്ന പൊടി എല്ലാം ഇതിനകത്ത് വരണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ചിക്കൻ ആണെങ്കിലും ഒരു ചിക്കൻ്റെ ചോ വരും. അതുകൊണ്ട് അതല്ല, ചിക്കനകത്ത് എല്ലാം ആ എരിവ് എല്ലാം പിടിക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആ പൊടി ഇതിനകത്തോട്ട് ചേർത്തേച്ച് വേവിക്കാൻ വെച്ച, അല്ലെങ്കിൽ ആ സ്വാദ് വരുവേല. ഇനി എന്നാന്ന് വെച്ചാൽ ചിക്കൻ വേവാൻ ഇച്ചിരി നേരം കൊടുക്കണം. ഞാനേ നമ്മുടെ ആ ചിക്കൻ വേവിച്ചേച്ച് അത് ഏകദേശം ഞാനിങ്ങനെ ഈ പിച്ചി പറിച്ച് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആദ്യം എന്നാണെന്നറിയോ, നമുക്കൊരു ഇച്ചിരി നേരം പോകുന്ന പരിപാടിയുണ്ട്. എന്നാന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചേച്ച്, എണ്ണ ചൂടായാലേ കടുകിടാൻ പാടുള്ളേ. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ഇച്ചിരി നേരമുണ്ട്. അന്നേരം ആ സമയം ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, അതായത് നമ്മുടെ ആ കടുക് ഒന്ന് പൊട്ടണം, ഉള്ളി ഒന്ന് വഴലണം. അന്നേച്ച് നമ്മൾ ഇറച്ചിയെല്ലാം ചേർക്കുകയില്ലേ, അന്നേരം അത് ഇച്ചിരി ഒന്ന് മുരിഞ്ഞു വരാനായിട്ടുള്ള എണ്ണ. അതെന്തോരം വേണ്ടെന്നുള്ളത് എനിക്ക് ഇങ്ങനെ പറയാൻ വെക്കുന്നല്ലേ. എന്നാലും ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ചോ. അന്നേച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചേച്ചാൽ മതി. സാധാ ചീനച്ചട്ടിയിലാണെങ്കിലും ഇച്ചിരി കൂടി വേണ്ടി വരും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്രയൊന്നും വരികയില്ല. എണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാന്നേ. ഞാനിപ്പം ഇറച്ചി വേവിച്ച് വെച്ച സമയത്താന്നേൽ ഇങ്ങനെ തന്നെയായിരുന്നേ. എന്ന് വെച്ചാൽ ഇനി ഇച്ചിരി ലെങ്ത് വൈസ് ഒന്ന് പിച്ചി പറിക്കണം എന്നേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് പിച്ചി വെച്ചാൽ മതി. കണ്ടോ, ഇതിനെ ഇങ്ങനെ ലെങ്ത് വൈസ് ഇച്ചിരി അങ്ങോട്ട് എടുത്താച്ചാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നതിനാന്നു ഇതിന് ഈ പിച്ചി പോട്ട കോഴി എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നാ പിന്നെ ഇപ്പം നിങ്ങൾ ആലോചിക്കും, കറി വെച്ച ചിക്കൻ തലേന്ന് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ പോരേന്ന്. ഒക്കെയല്ല, പക്ഷെ ഈ രുചി കിട്ടുവേല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തേ ഒക്കത്തുള്ളൂ. പിന്നെ കറക്റ്റ് ഇങ്ങനെ ഈ സ്ട്രിപ്പ് വൈസ് ഒന്നും മുറിക്കാനൊന്നും നീക്കേണ്ട. ലാസ്റ്റൊക്കെ നമ്മളൊരു ക്ഷമയൊക്കെ നശിക്കാൻ നേരം എന്നേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യുവേ. എന്നാലായാലും കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനെ കിട്ടിയേച്ചാൽ മതി. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു എണ്ണ ചൂടായിട്ട് ഞാൻ കടുകിടാൻ പോകുന്നത്. അതിനകത്തോട്ട് ഒരിച്ചിരി വറ്റൽമുളക്. വറ്റൽമുളകിനൊന്നും കണക്കില്ലേ, എങ്ങനെയാന്ന് വെച്ചാ ഇട്ടോ. എന്നാൽ കറിവേപ്പിലയ്ക്ക് കണക്കുണ്ട്, അതിന് കണക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഇതിനകത്തോട്ട് ആദ്യം ഒരു ഇച്ചിരി എന്നാ പറയുന്നത്, തേങ്ങാക്കൊത്ത് കടിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കണക്കിന് ഇട്ടേച്ചാൽ മതി. കണക്കിനെന്ന് പറയുമ്പോഴത്തേനും ഒരു വലിയ ടേബിൾ സ്പൂൺ അന്നേരം ഇട്ടേച്ചാൽ മതി. എനിക്കന്നേ ബേസിക്കലി ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇച്ചിരി മുരിഞ്ഞ് കിട്ടുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമാണേ. അന്നേരം ഞാൻ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി കൂടുതലിടും. ആവശ്യത്തിന് ഇട്ടേച്ചാൽ മതി. ഇനിയാന്നു നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിക്കൻ ചേർക്കാൻ നോക്കിയേല. ഈ ഇട്ടേക്കുന്ന തേങ്ങ ഇല്ലേ, അതൊന്ന് ഇച്ചിരി മൂക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 50-50 ബേസസ്, അതായത് കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളി. ഒത്തിരി ഇടുവാന്നേൽ നമ്മുടെ കറി അങ്ങ് മതിരിക്കുവേ. ഒത്തിരി അങ്ങും വേണ്ട, ഒരു ഇച്ചിരി 50-50. എന്നാൽ പിന്നെ രണ്ടും കൂടെ അരിഞ്ഞ് മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചേച്ച് ഏതേലും ഒന്ന് പോരെന്ന് വെച്ചാൽ അങ്ങനെ തീരുമാനിക്കുവാണേൽ ചെറിയ ഉള്ളിയെ തീരുമാനിക്കാവുള്ളൂ. നമ്മുടെ സവാള ഒരു ഇച്ചിരി പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ടിപ്പ് നമ്മൾ എപ്പോഴും ചെയ്യാറില്ലേ, അതായത് സവാളയ്ക്ക് വേണ്ടിയ മാത്രം ഒരു ഇച്ചിരി ഉപ്പ്. നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇച്ചിരി പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ടാൽ നല്ലയാ. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഇച്ചിരി എരിവുണ്ട്.
ഇതിനകത്തോട്ട് ഇനി ഞാൻ എൻ്റെ എരിവായിട്ട് ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ്. അതാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ അല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ ഈ കറി അങ്ങോട്ട് വാങ്ങാൻ നേരം ആകുമ്പോഴത്തേനും ഒരു ഇച്ചിരി പച്ചമുളകൊക്കെ ചേർത്ത് അന്നേരം ആ പച്ച നിറത്തിലൊക്കെ കിടക്കുന്ന കാണാനേ ഒരു ഇച്ചിരി രസമാണ്. നല്ല മൂത്തിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒരുപാട് മൂപ്പിച്ചില്ല, എന്നാലും ഉള്ളി മൂത്ത ഒരു മണം വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് നടുക്കോട്ട് ഒഴിച്ച് വെച്ച്, ഒത്തിരി ദൂരത്തൊന്നും ഒഴിച്ചേക്കല്ലേ, നടുക്കോട്ട് ഒഴിച്ച് വെച്ച് നമ്മൾ പാനയിൽ ഒഴിക്കുമ്പോൾ നടുക്ക് തന്നെ നിൽക്കുവേല, അറ്റത്തോട്ടൊക്കെ പോവും എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പൊടിയാന്നേൽ, അതായത് നമ്മുടെ ഈ ഉള്ളിയേൽ പെരളാനുള്ള പൊടി മാത്രം ചേർക്കണം. കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും, അത് സ്പൂൺ കണക്കിന് എടുക്കല്, പിഞ്ച് കണക്കിന് എടുത്ത് വെച്ചാൽ മതി. ഒരു ഇച്ചിരി മസാലയും കൂടെ ചേർത്തേച്ചാൽ അതൊന്ന് മൂക്കണം. അതായത് നമ്മുടെ ഉള്ളിയേലൊന്ന് പിടിച്ചേച്ചാൽ മതിയേ. ഇറച്ചിയേലാന്നേലും മസാല ഉണ്ട്, അതുകൊണ്ട് പിന്നെ അത് വേണ്ട. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ടിടുക. ഇട്ടേച്ചും കുറച്ച് വിനീഗർ, അതായത് നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല. അന്നേരം ഒരു 3 സ്പൂണ് വിനീഗർ, പുളി അനുസരിച്ച് ആദ്യം 2 സ്പൂൺ ചേർക്കുക. പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തേച്ചാൽ മതി. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നോക്കി വെച്ച് ചേർക്കാം. എന്നാലും ഇതിൻ്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല, കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇനിയാണ് നമ്മൾ വേണ്ടിയ കുരുമുളക് പൊടി ചേർക്കണ്ടേ. എരിവ് അനുസരിച്ച് ചേർക്കാം. എന്നാലും തീരുവേല. എന്നാന്ന് വെച്ചാൽ ഇതും അങ്ങോട്ട് നല്ലതായിട്ട് കോഴിയില പിടിച്ചേച്ച് നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ, ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണേ. എന്നാലേ ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന എല്ലാവരും കൂടെ ഒന്നാവത്തുള്ളൂ. ഒത്തിരി ഒന്നും വെള്ളം ഒഴിക്കണ്ട. എന്നാലും നമ്മുടെ ആ എന്നാ പറയുന്ന അരപ്പില് എല്ലായിടത്തും ഒന്ന് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഇച്ചിരി വെള്ളവും തളിച്ചു കൊടുത്തേച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാന്നോ, ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറച്ച് എന്നാ പറയുന്നത് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. വറ്റൽമുളക് മതി ഇനി ഇതിനകത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്നത്. പച്ചമുളക്, വറ്റൽമുളക് അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, ഇത് 3 ഇതിനകത്ത് ഇനി ചേർക്കാനൊക്കത്തുള്ളൂ എരിവ് വേണമെന്നുണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സഫിഷ്യൻറ്റ്. അതിന് കൂടുതൽ ഒന്നും ചേർക്കണ്ട. ഇനി ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി. അതായത് ആ നമ്മൾ ചേർത്തേക്കുന്ന വെള്ളം മുഴുവൻ ഒന്ന് പറ്റിയേച്ച് ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് അത് ഇച്ചിരി ഒന്ന് എന്നാ പറയുക, ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ചെറിയ തീയലിട്ട് കഴിയുമ്പോഴത്തേന് അതെല്ലാം കൂടി ഇച്ചിരി ചെറിയ തീയലിരുന്ന് ആവി കയറി ചിക്കനേൽ മൊത്തം പിടിച്ചേച്ച് നമുക്കിത് ഫുൾ ഡ്രൈ ആക്കി എടുക്കുക. അത്രയും മാത്രമേ പരിപാടിയേ ഉള്ളൂ. നമ്മുടെ പിച്ചി പോട്ട ചിക്കൻ ഇവിടെ റെഡിയാകുന്നു. അതിൻ്റെ കൂടെ ചപ്പാത്തി, ചോറ് എന്നാ വേണേലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്നാന്നറിയാമോ, മനോജേട്ടൻ ശരിക്കും എൻ്റെ നാട്ടുകാരനാന്നേ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം പ്രത്യേകമാണ്. ഞാൻ ബാക്കി നാടിനൊന്നും കുറ്റം പറയുന്നില്ല. നമസ്തേ, വെൽക്കം 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 വെൽക്കം. എന്നാ പറയുന്ന സന്തോഷമാണ്. ഞാൻ സത്യം പറഞ്ഞ ഈ പാചകത്തിനോടൊപ്പം തന്നെ ആനിയുടെ കോട്ടയം ഭാഷ കേൾക്കാൻ വന്നതാ. കാരണം ഇത്ര നേരിട്ട്, കാരണം ഇത് ടിവിയിൽ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. കോട്ടയത്ത് താമസം മാറിയിട്ട് കോട്ടയംകാരോട്ട് വലിയ ടച്ച് ഇല്ലാതിരിക്കുക. അപ്പൊ ഇങ്ങനെ ഈ ആനയുടെ എന്നാ പറയാനാന്നേ, അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ട് ഇച്ചിരി എടുത്തിട്ട് ആ ഇച്ചിരിയൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒത്തിരി കാലമായി കേട്ടിട്ട്. നേരവാ എന്നാന്നോ,
കോട്ടയംകാർക്ക് ബേസിക്കലി ഉള്ളതായി ഈ ഇച്ചിരി വർത്താനം അല്ലേ? ഭയങ്കര രസമാണ്. നമ്മൾ ഒത്തിരി കാലം ഇതൊക്കെ കേട്ടിട്ട് അത് പോകുന്നില്ല. എല്ലാരും ചിലരൊക്കെ പറയുവാ ഇച്ചിരി അങ്ങ് കൂടുവാന്നെ, അന്നേരം അത് പോവേ ഇല്ല. അത് ഈ തിരുവനന്തപുരത്ത് ഇത്രയും വർഷമായിട്ടൊന്നും ഷാജിയേട്ടന്റെ വീട്ടിൽ താമസിച്ചിട്ട് അങ്ങോട്ട് മാറുന്നേ ഇല്ലേ? ഞാൻ എന്താ ഒരു സത്യം പറയട്ടെ, ഏട്ടൻ ഈ വർത്താനം കേട്ടേച്ച എന്നെ ഇഷ്ടപ്പെട്ട് കെട്ടിയത്. കോട്ടയക്കാരിയാന്നും നല്ല അപ്പോ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാൻ അറിയാന്നൊക്കെ പറഞ്ഞോണ്ടാ എന്നെ കെട്ടിയേക്കുന്നത്. വിത്ത് സ്ലാങ്. അന്നേരം അതങ്ങോട്ട് കൈവിട്ടാൻ പോയുള്ള ഒരു അവസ്ഥയെ. പക്ഷെ അതൊന്നും അല്ല, ദൈവം അനുഗ്രഹിച്ച് എന്നെ നല്ല സ്പെഷ്യൽ കൺഗ്രസ് 100ന്റെ നിറവിലാണ് തകർത്ത് നമ്മൾ കോട്ടയംകാര് തകർക്കില്ലേ? കാരണം എന്താ വെച്ചാൽ 100ന്റെ നിറവിലെ ഒരു പാചക ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് 100-ലെത്തിക്കാന്ന് പറഞ്ഞാൽ അത് കോട്ടയംകാർക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ സെക്കൻഡ് ടൈം ഒരു സെറ്റിൽ വർക്ക് ചെയ്യുന്നെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഞാനും മനോജേട്ടനും കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഓർക്കുന്നോ? ആ പടത്തിന്റെ സെറ്റിൽ നിന്ന് ഒരു മുങ്ങിട്ട് അതായിരുന്നു അവസാന ചിത്രം അല്ലേ? മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്. സത്യമാണ്, നല്ല ഉഗ്ര പേരല്ലേ? അപ്പൊ ആ സെറ്റിൽ ഞാനപ്പോ സല്ലാപത്തിന്റെ സെറ്റിൽ നിന്ന് വരുന്നത്. സല്ലാപം ദിലീപ്, മഞ്ജു വാര്യർ എന്നുള്ള പുതിയ കുട്ടി, ദിലീപ് അപ്കമിങ് ഹീറോ. ഞാൻ അവിടുന്ന് ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുന്ന ആനി എന്ന് പറയുന്ന അപ്പോഴത്തെ ഏറ്റവും ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കുന്ന ഹീറോയിൻ. അപ്പൊ ആനയോട് അഭിനയിക്കാൻ വരുന്നു. ആനയെ പരിചയപ്പെട്ടു. വന്നവണ്ണം നമ്മൾ നാനയുടെ ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു, കുറെ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഈ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ന്യൂസ് കേൾക്കുന്നു, ഷാജി കൈലാസുമായി ആനി കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ ഒരു ഇൻഫർമേഷനും ഇല്ല, ചെറിയൊരു ന്യൂസൊക്കെ ഒന്ന് കിട്ടിയത്, അങ്ങോട്ട് തെളിവൊന്നും ഇല്ലായിരുന്നല്ലേ, ചോദിക്കാനും വേണ്ടിയൊന്നും ഇല്ലില്ല. അപ്പൊ ഞാനത് ഈ പടത്തിന്റെ ഒരു 4-5 ഷോട്ട് ഇനി എടുക്കാനുണ്ടല്ലോ, ഈ കുട്ടി ഇനി വരൂ, ആനി വരൂ. ഞാൻ ശശിമോഹനെ വിളിച്ചു ചോദിച്ചു, ഡയറക്ടർ. അപ്പൊ ഈ ഷാജി ഒരു ഡയറക്ടറല്ലേ, ഒരിക്കലും ഷാജി അങ്ങനെ അനി വിടാതിരിക്കില്ല, നമ്മുടെ പടം തീർത്തു തരുമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഒന്നും കാണിച്ചില്ലല്ലോ, തീർത്തു തന്നില്ലേ? പിന്നെ തീർത്തു. അതാ പിന്നെ എത്രയായാലും കോട്ടയംകാരാന്നേ, അങ്ങനെ ഒന്നും ചതിക്കുകയല്ല. പക്ഷെ കോട്ടയംകാരാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറയുന്നത് നിർത്തിക്കൊണ്ടല്ല, നമ്മൾ നല്ല ഇരുത്തി നല്ല സന്തോഷത്തോടെ വർത്താനം. പിന്നെ എന്നാലും വിശേഷം കൂടുതൽ ചോദിക്കാനൊക്കെ ഇതൊക്കെ എപ്പോഴും കഴിക്കണ്ടേ മനോജേട്ടന് ഫുൾ സമയമുണ്ടല്ലേ? പിന്നെ പക്ഷെ അതിന്റെ ഇടയില് മനോജേട്ടനെ നല്ല അസലായിട്ട് പാടും, അത് ഞാൻ പാടിപ്പിച്ചേ വിടത്തുള്ളൂ. അത് വേണം പ്ലീസ് മനോജേട്ടാ. 100ാം എപ്പിസോഡാന്നു ഞങ്ങള് അത് ഉറപ്പല്ലേ സാർ? മനോജേട്ടൻ തറക്കേടില്ല, സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഏതെങ്കിലും പാട്ട് വരുന്നെങ്കിൽ നമുക്ക് പാടിയിരിക്കും. താങ്ക് യു. വരുന്നുള്ളൂ, പക്ഷെ മണം അടിച്ചിട്ട് നിൽക്കാൻ വയ്യ. നമുക്ക് വർത്താനം പറഞ്ഞേച്ച് കഴിച്ചാ പോരെ? മതി പക്ഷെ ഒന്ന് അടച്ചു വെച്ചാൽ അറിയാതെ കൈ, അതോട് സന്തോഷമുള്ളൂ, അതുകൊണ്ടൊന്നും വിഷമം വന്നില്ല. ഇടയ്ക്കൊന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് കഴിക്കാം, അതും പ്രശ്നമില്ല. ഇതെന്താ സാധനം? ഇതോ പിച്ചി പോട്ട ചിക്കൻ. മനോജേട്ടൻ അറിയായിരിക്കും, ഈ ചെന്നൈയിലൊക്കെ ഒത്തിരി ഉണ്ട്. തമിഴ് പിച്ചി പോട്ട ചിക്കൻ, പിന്നെ ബോർഡർ ചിക്കൻ, അങ്ങനെയൊക്കെ. ബോർഡർ ചിക്കൻ നമ്മുടെ കുറ്റാലം സൈഡില് അതൊക്കെ ഭയങ്കര ടേസ്റ്റ്. അതാ അതേപോലെ ഞങ്ങള് പിച്ചി പോട്ട. ഇനി ചിലപ്പോ നാളെ കബാലി ചിക്കൻ ഒക്കെ വന്നാലോ പറയാൻ നോക്കുവോ? മനോജേട്ടാ, ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചിട്ട്, എനിക്ക് എപ്പോഴും കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. മനോജേട്ടന് ഭയങ്കര എന്താ പറയാ, ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ആക്സസറീസ് ആയാലും ഡ്രസ്സായാലും ഒക്കെ ഭയങ്കര ലേറ്റസ്റ്റാ. അതിന് വേണ്ടി സമയം കണ്ടുപിടിക്കുക. സമയം ആ കരുതിയ പെണ്ണുങ്ങളെക്കാൾ മോശം സത്യം. കാരണം ഞാൻ ഈ ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു പരിപാടിയില്ല, വേറെ ഒരു തോട്ടേ മനസ്സിൽ വരത്തില്ല. നേരെ ഒരു മാളിൽ പോവുക, അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇങ്ങനെ നോക്കി നടക്കുക. എല്ലാം വലിച്ചേരി മേടിക്കില്ല, വളരെ പെക്യുലറായിട്ട് വളരെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കണ്ടാൽ അത് വാങ്ങിയിരിക്കും. സമയം നന്നായിട്ട് കണ്ടെത്തും. അതിനുവേണ്ടി എനിക്ക് 1-2 ഫ്രണ്ട്സും ഉണ്ട് അവിടെ പോയാലും, അവരെൻ്റെ കൂടെ നടക്കും. പക്ഷെ അവരൊക്കെ കാലും കഴിച്ച് കൈയും കഴിച്ച് അവസാനം ഇരിക്കും, മനോജ് കുറച്ചു നേരം ഇരുന്നോട്ടെ, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ അപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഒരു മായ ലോകത്ത് പോകുന്ന പോലെ പൊക്കോണ്ടിരിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ് ഡ്രസ്സാണെങ്കിലും. പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ വൈഫ് ആശയ്ക്ക് മേടിക്കും, പിള്ളേർക്ക് മേടിക്കും, എല്ലാവർക്കും മേടിക്കും. പക്ഷെ എപ്പോഴും മനോജന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴും ഒക്കെ അല്ലെ, ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ലേറ്റസ്റ്റ് ടൈപ്പ് ഒക്കെയാ മനോജേട്ടൻ കൂടുതൽ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതിങ്ങനെ നോക്കിയെടുക്കുന്നുണ്ടോ, കുറച്ച് സമയം കണ്ടെത്തും അതിന് വേണ്ടി. അതാണ് മെനക്കെടും. അതേപോലെ ഏട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ഡ്രൈവിങ്ങിന് ഭയങ്കര ക്രേസ് ആണ്. ആന്നോ? ഷാജി ഏട്ടനെ കൊണ്ടിട്ട് ഏട്ടൻ അയ്യോന്ന് വിളിച്ചു. ജനയുടെ ഷൂട്ടിംഗ് നടക്കുക. ജനയുടെ ഷൂട്ടിംഗ് മദ്രാസ് നടക്കുന്നു. അജിത്തിന് പെട്ടെന്ന് എന്തോ ഒരു ഫ്രാക്ചറായി അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഷാജി ഏട്ടനും ബി ഉണ്ണികൃഷ്ണനും കൂടെ അപ്പോളോയിൽ കാണാൻ പോകുന്നു അജിത്തിനെ. അപ്പം ഞാനും വരാം. അങ്ങനെ ഞങ്ങൾ 3 അജിത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അജിത്ത് ഇങ്ങനെ കിടപ്പാ, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വണ്ടി ഇച്ചിരി ട്രിവാൻഡ്രത്തിൽ മുടയിൽ അവൻ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി.
തമിഴ്നാട് മദ്രാസ് സിറ്റിയിലാണ്, അണ്ണാശാലയിലാണ്. അപ്പോൾ ആയണി ഇങ്ങനെ പോകുന്നപ്പോൾ ഉണ്ണി പറഞ്ഞു, മനോജേ അവൻ്റെ പോക്ക് നമുക്കിട്ടൊരു പണി തന്ന പോലാണല്ലോ. ആണോ ഉണ്ണിയാണോ? എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് ഞാൻ ഫസ്റ്റിലിട്ട് അങ്ങോട്ട് സെക്കൻഡിലിട്ട് ഒരു പിടിപ്പിരി പിടിച്ചു. ഷാജി നീ വെറുതെ നീ തമാശ കളിക്കില്ല, ഇത് ഭയങ്കര മദ്രാസ് സിറ്റിയാണ്, ഇത് പ്രശ്നമാണ്. ഏയ് മനോജ് നിന്റെ അവസാനം നിന്റെ കാലിയം പിടിക്കാം പ്ലീസ്. അങ്ങനെയൊക്കെ മനോജ് പ്ലീസ് ഇങ്ങനെ പോരുത് ഭയങ്കര പ്രശ്നം. ഉണ്ണിയാണെങ്കിൽ ഉണ്ണി ഭയങ്കര എന്നെ ഇരിക്കട്ടെ, മനോജ് ഒന്ന് നോക്കട്ടെ, ഷാജി പറഞ്ഞ നോക്കണ്ട, മനോജ് വിട് സ്പീഡ് അവന് വിടരുത്. ഷാജിയേട്ടൻ അന്ന് ഇറങ്ങിയിട്ട് നിന്റെ കൂടി ഞാൻ ജീവിതത്തിൽ വരത്തില്ല. പക്ഷേ സേഫ് ഡ്രൈവിംഗ് ആണ്. ഉണ്ണിയൊക്കെ എനിക്ക് ക്ഷയിക്കാനൊന്നുമില്ലേ മനോജേട്ടാ? കോട്ടയംകാരനാന്നേലുവേ, അപ്പൊ പഠിച്ചതും വളർന്നു നോക്കുക കോട്ടയത്താ, പക്ഷെ കലാജീവിതം തുടങ്ങുന്ന ട്രിവാൻഡ്രത്തല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ വളർത്തമ്മയാണ് തിരുവനന്തപുരം. ആ ഒരു എക്സ്പീരിയൻസ് തിരുവനന്തപുരത്തെ വിശേഷവും. തിരുവനന്തപുരത്ത് ഇവിടെ എനിക്കെന്നറിയാം, എനിക്ക് സ്കൂൾ കോളേജ് തലങ്ങളിലൊന്നും ഒരുവിധ കലാപരിപാടികളും പങ്കെടുത്ത് പരിചയമില്ല. ഈ ചെറിയ പാട്ടുപാടലിൻ്റെ അസ്കിത ഉണ്ടെങ്കിൽ പോലും അതുപോലും ഒരു സ്റ്റേജിൽ സ്കൂളിലോ ഒന്നും പാടിയിട്ടില്ല. അപ്പോൾ സ്റ്റേജ് എക്സ്പീരിയൻസേ ഇല്ല. പിന്നെ എങ്ങനെ അഭിനയിക്കാനുള്ള ഒടുക്കത്തെ ആഗ്രഹവും. അപ്പോൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചേർത്താണ്. അങ്ങനെയാണ് കൊണ്ട് പറയുന്നത്. ഇവിടെ ഈ തിരുവല്ലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അപ്പോൾ ഈ ഹോസ്റ്റൽ ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സുഹൃത്തുക്കൾ, ഡെയിലി നടക്കും. അവിടെ നിന്ന് പാച്ചല്ലൂരിൽ നിന്ന് തിരുവല്ലം വരെ നടന്ന് പഠിച്ചു. ഉച്ചയാകുമ്പോൾ മറ്റേ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഊണ് കഴിക്കാൻ പോകും. കാരണം ചിത്രാഞ്ജലി സ്റ്റുഡിയോ അവിടെ നിന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ. ഊണ് കഴിക്കാൻ പോകുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ സിനിമാക്കാർ വരും. ഫാസിൽ, ബാലേന്ദ്രൻ മേനോൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് സ്ഥിരം ഭയങ്കര സജീവമാണ്. പ്രിയദർശൻ, ഇവരൊക്കെ കാണാം, അവരെ പരിചയപ്പെടാം. ചിലപ്പോൾ പെട്ടെന്നൊരു ചാൻസ് വല്ലതും വിളിച്ചാൽ ഇയാളെ കൊള്ളാലോ, അങ്ങനെ വല്ലതും വിളിച്ച് കയറ്റിയാലോ. എവിടെ ഒന്നും നടന്നിട്ടില്ല. ഊണ് കഴിക്കാൻ പോരുക, കുറച്ച് ഊണ് കഴിച്ചെല്ലാം ഒന്നും നടന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിയേറ്ററിലേക്ക് വരും. അവിടെ നിന്ന് കിഴക്കോട്ടെ വന്ന് പത്മനാഭയിലും അഞ്ജലി, ആതിര, അവിടെയൊക്കെ പോയി സിനിമ കണ്ടിട്ട് രാത്രിയാകുമ്പോൾ ലൂസിയ ഹോട്ടലുണ്ട് കിഴക്കോട്ടെ. ആ ലൂസിയ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കമ്പനിയിൽ ഇങ്ങനെ ചാരി നിൽക്കും. ലൂസിയ ഹോട്ടൽ, ഇവിടേക്ക് ഇനി എന്ന് താമസിക്കാൻ പറ്റും? കമ്പി ചാരി നിൽക്കുന്ന പൂവാർ വിഴിഞ്ഞം ബസ്സിന് പിടിക്കാനാണ് ട്രാൻസ്പോർട്ട് ബസ്. കാരണം നേരെ പാച്ചിലൂർ ഇറങ്ങും. അപ്പോൾ ഈ കമ്പിയിൽ ഞാൻ ഒരുപാട് ശാരീരിക സ്വപ്നം കണ്ടിട്ടുണ്ട്. സിനിമകളും ഞാൻ സിനിമാ നടനായ എങ്ങനെയായിരിക്കും, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ, ഞാനൊരു നടനാവുമോ, ഈ ലൂസിയെ എങ്ങനെ ഫ്രണ്ട് നിൽക്കുക. അപ്പോൾ ഈ ലൂസിയെ കാണുമ്പോഴൊക്കെ കൊതിയാണ്, ഇവിടെയൊക്കെ മമ്മൂട്ടിയൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുമോ എന്നായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ ഇതിലെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ അതിങ്ങനെ ആ കിഴക്കോട്ടയിലെ കമ്പി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുള്ളൂ. അവിടെ ജാടയൊന്നുമില്ല, കമ്പിയുടെ വഴി റോഡ് സൈഡിലാണെങ്കിലും ജാടയാണ്, ഒരു കുറവില്ല. ഇത് എന്നാ മനോജേട്ടാ അത് പൂവണിഞ്ഞത് 88-ലാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് സ്റ്റുഡൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിനിമ, ഒരു തട്ടിക്കൂട്ട് സിനിമ, നക്സലിസത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ. അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ അലി അക്ബറാണ്. അപ്പോൾ അവനും ഷെയർ ഇട്ട്, വേറെ നമ്മുടെ കൂടെയുള്ള സേവി മനോ മാത്യു, നമ്മുടെ അനിൽ, ഇവരൊക്കെ കൂടെ ഷെയർ ഇട്ടിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മനോജ് നീയാണ് സെക്കൻഡ് ഹീറോ. അപ്പോൾ ഞാൻ കൊള്ളാം, അത് ഞാനാണോ? അപ്പോൾ ഡോക്ടർ നാസർ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന, നാസറാണ് ഹീറോ. അപ്പോൾ നീ സെക്കൻഡ് ഹീറോ ആണ്, ഒരു 20,000 രൂപ നീ ഷെയർ ഇടണം. അത് കേട്ടപ്പോഴേ ഞാൻ വലിഞ്ഞു. കാരണം വീട്ടിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. എൻ്റെ അമ്മ പാവൻ ടീച്ചറല്ലേ, അച്ഛനൊക്കെ ബിസിയാണ്, ഇങ്ങനെ ഒരു സംഗീതമൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ നടക്കുമെന്ന് തോന്നില്ലടാ, നിങ്ങൾ തന്നെ ആ റോള് തരണ്ട്, വിട്ടേക്ക്. ഞാൻ കോട്ടയത്തിന് തിരിച്ചു പോയി. അപ്പോൾ കോട്ടയത്ത് തിരിച്ചു വന്നപ്പോൾ ഇവന്മാർക്ക് 2 ആഴ്ചക്കുള്ളൊരു എന്താ പറയുന്ന ഒരു ചിന്ത വേറെ വന്നു. അവൻ്റെ നിന്ന് പൈസ മേടിക്കണ്ട, അവനെ ഈ റോൾ ചെയ്യണം. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അത്യാവശ്യം എനിക്ക് പേരുണ്ട്. അങ്ങനെ എന്നെ തിരിച്ചു വിളിക്കുന്നു, മനോജേ നീയേ പടത്തിന് പൈസ ഇടണ്ട, നീ പോരും. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ആ റോൾ ചെയ്യോ? നീ ചെയ്തോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, നീ ബസ് കൂലിയും ഒക്കെ എടുത്ത് വന്നോണം, അവിടെ വയനാട്ടിലങ്ങ് എത്തിയേക്കണം, ഞങ്ങൾക്ക് വണ്ടിക്കൂലിയും തരാൻ പറ്റില്ല. ഞാൻ അതൊക്കെ ഞാൻ വന്നോളാം. അങ്ങനെ ഞാൻ നേരെ കോട്ടയത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് കോഴിക്കോട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നേരെ വയനാട് ചുരത്തിലേക്ക് കയറി അങ്ങനെ സുൽത്താൻ ബത്തേരി പോയി ഇറങ്ങുന്നു. അങ്ങനെയാണ് ആ സിനിമ ചെയ്തത്. മാമലകൾക്കപ്പുറത്ത് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിന് ആ വർഷത്തെ 1988 സംസ്ഥാന അവാർഡ് മികച്ച പുതുമുഖ സംവിധായകൻ എന്നുള്ള അവാർഡുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനകത്തൊരു പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്, വള നല്ല കുപ്പിമള. ഞാൻ മനോജേട്ടനെ ആദ്യം കാണുമ്പോഴേക്കും മനോജേട്ടൻ പാടുന്ന ഒരു പാട്ടാണ്. ഞാൻ ആ സമയത്തൊക്കെ പാടുമായിരുന്നു. ആ സമയത്ത് പാടിയാ പോലെ ഇപ്പോഴും മറന്നുപോയ ശ്രമിച്ചു നോക്കട്ടെ. ബള നല്ല കുപ്പി ബള ബാങ്കിത്തരും നാന്, മാല നല്ല കല്ലുമാല ബാങ്കിത്തരും നാന്,
ಬಳ ನಲ್ಲ ಕುಪ್ಪಿ ಬಳ ಬಾಂಗಿತ್ತರು ನಾನು ಮಾಲ ನಲ್ಲ ಕಲ್ಲು ಮಾಲ ಬಾಂಗಿತ್ತರು ನಾನು ചൊക്ക ചൊക്ക ചാമി ഓടിബായോ ഞണ്ട് കറി കൂട്ടി നല്ല ചോറ് വെപ്പേ പൈക്കിഞ്ചോ 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 ഇതിൻ്റെ വല്ല അർത്ഥം മനസ്സിലായോ? പൈക്കിഞ്ചോ എന്ന് പറഞ്ഞാൽ പശിക്കുന്നത്. തമിഴ് ഒരു സ്ലാങ് ഉണ്ട്, വിശക്കുന്നു. ശരിയാണല്ലോ, പൈക്കിഞ്ചോ പൈക്കിഞ്ചോ പാടുകയും ചെയ്തു. എനിക്കത് കത്തി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ട്യൂബ്ലൈറ്റ് പക്ഷെ മണം എന്നെ ഇങ്ങനെ മത്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇച്ചിരി തരാം. ഇനി പാട്ടും പാടിയേച്ച് ഞാൻ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എന്നാ ട്യൂബ്ലൈറ്റ് ആണെന്ന് വിചാരിക്കും. ആയിക്കോട്ടെ. ചിക്കൻ പിച്ചിപ്പോട്ട്, ചിക്കൻ പിച്ചിപ്പോട്ടതും ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ പോകുന്നു. ഇതിന്റെ റിസൾട്ട് ഞാൻ ഇപ്പൊ പറയാം. നോക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ദൈവമേ രക്ഷിക്കണേ. അയ്യോ ദുഷ്ടൻ. ആഹാ, സൂപ്പർ. താങ്ക് യു. ചുമ്മാ നാടകമൊന്നുമല്ല കേട്ടോ, റിയലാണ്. ഡിഷ് പിച്ചി പോടുന്ന പിച്ചി പോട്ടിരിക്കുകയാണ്. പിന്നെ എടുത്താച്ച് എന്നാ പറഞ്ഞേ? തമിഴിൽ എന്നാ പറഞ്ഞേ? തമിഴിൽ എന്നാ പറഞ്ഞേ? പിന്നെ എടുത്തിട്ട് കബാലി സ്റ്റൈൽ പറയിച്ചോട്ടാ. കബാലിയുടെ തമിഴ് പടത്തിലെ മറു വെച്ചിട്ട് மீச முறுக்கிட்டு லுங்கியை கட்டிக்கிட்டு நம்பியார் ஏ கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சு சொல்லுங்க ஜம்மா அப்படின்னு நிப்பாரு. அந்த மாதிரி கபாலி நினைச்சிட்டியாடா? கபாலிடா. இது சிக்கனும் கூட சேர்த்து சொல்லுப்பா. இந்த சிக்கன்டா കബാലിടാന്നൊക്കെ പറഞ്ഞ് ഞെരുപ്പിടാന്നൊക്കെ പറയൂ. നെരുപ്പിടാ, നെരുപ്പ്. സൂപ്പർ. സത്യം പറഞ്ഞാൽ ഇപ്പം ശരിക്കും മനോജൻ ആ ഒരു ക്യാരക്ടർ, കബാലിയുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴും മനോജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലേ ശരിക്കും എന്നാ പറയുന്നത്, ഒരിക്കലും മറക്കാൻ ഒക്കെയല്ലോ ഓരോ ക്യാരക്ടർ. ആ കുട്ടം തമ്പുരാനായാലും എല്ലാ ക്യാരക്ടറും എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ. ഈ പെരുന്തച്ചൻ എന്നുള്ള സിനിമ വന്നപ്പം വന്നൊരു വഴിയത് സീരിയസ് കഥാപാത്രങ്ങൾ MT സാറിൻ്റെ ഒക്കെ സെറ്റപ്പിൽ ആദ്യമേ ചെയ്തു. അപ്പോൾ ഹരിഹരൻ സാർ ശ്രദ്ധിച്ചു. ആ പടം കണ്ടപ്പോഴാണ് സർഗത്തിലേക്ക് എനിക്ക് വിളി വന്നത്. ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ വന്നപ്പോൾ ഉടനെ CP മലയിലായി, ലോഹിതദാസായി, ജയരാജായി, ഭരതേട്ടൻ്റെ 3 സിനിമകളായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു വഴി അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ മനോജേട്ടന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഓരോ ക്യാരക്ടറും ചെയ്യുന്നത്. അല്ലാതെ ഇന്ന ക്യാരക്ടർ എഴുതിയേച്ച് ഇത് മനോജ് ചെയ്യുന്നല്ല, മനോജേട്ടനെ ഫിഗർ ചെയ്തിട്ട് ആ ക്യാരക്ടർ ചെയ്യും. അല്ലെങ്കിൽ മനോജേട്ടൻ ഒരു ക്യാരക്ടർ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്ന ക്യാരക്ടർ ഇല്ല. സർഗം ശരിക്കും പറഞ്ഞാൽ ഹരിഹരൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് എൻ്റെ സാറിൻ്റെ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന ക്യാരക്ടറാണ് ഈ കുട്ടൻ തമ്പുരാൻ. വേറെന്താ പേരായിരുന്നു, റിയൽ ക്യാരക്ടറാണ്. അപ്പോൾ സാറ് വർഷങ്ങൾക്ക് ശേഷം ഡ്രോയിങ് മാസ്റ്ററായി, മദ്രാസിലേക്ക് വണ്ടി കയറി ആർട്ട് അസിസ്റ്റൻ്റായി, ആർട്ട് ഡയറക്ടറായി, പിന്നെ ഡയറക്ടർ, അസിസ്റ്റൻ്റ് ഡയറക്ടറായി, ഡയറക്ടറായി. അപ്പോഴൊക്കെ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥയാണ് ഈ സർഗം എന്ന സിനിമയും കുട്ടൻ തമ്പുരാനും ഹരിയും എല്ലാം. ഹോൾ കഥ. സാറിൻ്റെ ഫസ്റ്റ് പടം ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ അതിനു മുമ്പേ മനസ്സിലുള്ള സിനിമയാണ് സർഗം. അങ്ങനെ കുട്ടൻ തമ്പുരാൻ ചെയ്യുന്നു. അപ്പോൾ ക്യാരക്ടർ ഫുൾ കേട്ടു. ക്യാരക്ടറൊക്കെ പിന്നെയാണ്. ഷൂട്ടിങ്ങിന് ഒരാഴ്ച മുന്നേ കാലിക്കറ്റ് അളകാപുരി ഹോട്ടലിൽ വിളിച്ചു വരുത്തി. നമ്മൾ ഷൂട്ടിംഗ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളൊന്ന് അളകാപുരി ഹോട്ടൽ വരെ വരണം എന്ന് പറഞ്ഞു. ഞാനാണ് പെട്ടെന്ന് ട്രെയിൻ കയറി, കോട്ടയം നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ കോഴിക്കോട് പോയി ഇറങ്ങി. അളകാപുരി എനിക്കറിയത്തില്ല ഈ അളകാപുരി എവിടെ വന്നു. അങ്ങനെ ചെന്നപ്പോൾ ഹരിഹരൻ സാറുണ്ട്, ഷാജി എൻ കരുൺ ക്യാമറ, ഉണ്ണിനാരായണൻ അസോസിയേറ്റ്, ഇങ്ങനെ 3 പേരുണ്ട് അവിടെ റൂമിൽ. അപ്പോൾ എന്നോട് സാറ് ക്യാരക്ടർ പറയുകയാണ്. ശരിക്കും ഞാൻ വിറച്ചു പോയി. കാരണം ഒരേ സമയത്ത് 6 മാനറിസംസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ചിൻ ഡൗൺ ചെയ്ത് ഇരിക്കുകയുള്ളൂ, ബീഡി പിടിച്ചാൽ ഇങ്ങനെ അടിക്കുകയുള്ളൂ, ഇങ്ങനെ നോക്കുകയുള്ളൂ, ഇങ്ങനെ നോക്കുകയില്ല, ഇങ്ങനെ നോക്കുകയില്ല, ഇങ്ങനെ ഇതാണ്. ഇത് നോക്കണം. എണീറ്റ് ഞാൻ കൈയും കാലും നീട്ടി വലിച്ച് നടക്കണം. മുറുക്കിക്കഴിഞ്ഞാൽ ഇയാളിങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കും, തുപ്പത്തില്ല. പിന്നെ ബീഡി വലിച്ച് അകത്തോട് പുകയെടുത്താൽ നമ്മളറിയാതെ വായിക്കൂടല്ലേ വിടുള്ളൂ. ഇതല്ല, മൂക്കിക്കൂടെ തന്നെ വിടണം. എങ്ങനെയുണ്ട് ആ ഒരു പുതിയ ആക്ടർക്ക് എങ്ങനെ ഉണ്ടാവും? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തു. അതായിരിക്കാം അതിൻ്റെ ഒരു ഉദാസീനത. ലോക മടിയനല്ലേ ഞാനിതൊന്നും റിഹേഴ്സലൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. സീരിയസ് ആയില്ല, അത്ര അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ഇത് സ്വപ്നമാണ് മെയിൻ. ഹരിഹരൻ സാറിൻ്റെ സിനിമയിൽ ഇത്രയും ഒരു ഡെപ്തുള്ള ക്യാരക്ടർ കിട്ടുക അതിൻ്റെ ഒരു
ത്രില്ലിൽ നടന്ന് ഷൂട്ടിംഗ് തുടങ്ങാറായപ്പോൾ ഞാനങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഷോട്ട് എന്ന് പറയുന്നത് ഏലത്തൂർ ഒരു വീടുണ്ട്, ഏലത്തൂർ. ഈ മോഹൻലാലും മറ്റേ ഉർവശിയൊക്കെ ആയിട്ടൊരു സീനില്ല, മറ്റേ ജഗതി ചേട്ടൻ ഇങ്ങനെ ഒരു കൂടോത്രക്കാരനെ പിടിക്കട്ട് തേങ്ങ ഉടക്കി മിഥുനത്തിൽ ആ സീനൊക്കെ എടുത്ത് ആ വീട് പെട്ടെന്ന് മനസ്സിലാവും, ആ വീട്ടിലെ ഷൂട്ടിങ്. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, നിങ്ങളുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പടിവാതിൽ കഴിഞ്ഞ് ഈ ഇതുണ്ടല്ലോ, പടിവാതിൽ കഴിഞ്ഞ് നേരെ വന്ന് മുറുക്കി തുപ്പിയിട്ട് നേരെ നടന്ന് വന്ന് വിനീതിൻ്റെ വീട്ടിൽ കയറി കാലുമേ കാല് വെച്ച്, ഭയങ്കര അഹങ്കാരിയാണ്, കാലുമേ കാല് കയറ്റി വെച്ചിരുന്നിട്ട് അപ്പം വേണോട്ടും ചോദിക്കും, എന്താ കുടിക്കാൻ എന്താ എടുക്കേണ്ടത്, സംഭാരമാണോ അതോ ചായ ആണോ? ഒന്നും വേണ്ട, ഹരിയെ കണ്ടാൽ മതി, ഇവിടം വരെ ഷോട്ടാണ്. ഞാൻ ഒരു റിഹേഴ്സലും ചെയ്തിട്ടില്ല, ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കൈയും കാലും നീട്ടിയൊക്കെ വെച്ച് ഞാനിങ്ങനെ മനസ്സിൽ സാറെന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ തുപ്പണം, ഓക്കെ റെഡി സാർ വന്നു. 2 റിഹേഴ്സൽ കഴിഞ്ഞ് ആ ടേക്ക് ഓക്കെ ആയിരുന്നു. അയ്യോ അത് ഭയങ്കര അവിടെ കുട്ടൻ തമ്മിൽ എൻ്റെ മനസ്സിൽ കയറി, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞു. സെയിം തന്നെ ഞങ്ങൾ തെലുങ്കിൽ ചെയ്തു, സെയിം തന്നെ തെലുങ്കിൽ സരിഗമലു. അപ്പോൾ എന്നോട് സാറാ വിളിച്ചു പറഞ്ഞു, സരിഗമലു ഹരിഹർ സാർ വിളിച്ചു 1 വർഷം കഴിഞ്ഞാൽ 93-ൽ. നിങ്ങൾ തെലുങ്ക് ഒരു പ്രൊഡ്യൂസർ വിളിക്കും, അത് നമ്മുടെ സർഗം ഒരു തെലുങ്കിലെടുക്കുകയാണ്, അപ്പം നിങ്ങളെ തന്നെ വേണം, നിങ്ങളില്ലെങ്കിൽ അവർ ആ പടം ചെയ്യില്ലെന്ന് പറയുന്നു. അങ്ങനെ ഈ പടം തെലുങ്കിൽ ചെയ്തപ്പോഴാണ് രസം. മുഴുവൻ തെലുങ്ക് ഡയലോഗല്ലേ, വിനീതാണെങ്കിൽ എന്നെ കണ്ടച്ചിരി, ആ സർഗത്തോടുകൂടി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി, അവനാണ് തൊട്ടച്ചിരിക്കും. അങ്ങനെ അവിടെ ചെന്നിറങ്ങി 1 ദിവസം ചിരിച്ചു. അപ്പോൾ അയാളാണ് ഹരിഹരൻ സാറിനേക്കാളും സീരിയസ് മനുഷ്യനാണ്, ക്രാന്തികുമാർ, ചിരഞ്ജീവിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആ കാലത്ത്. അങ്ങനെ ആ പടം ചെയ്തു നിർത്തി. ഇവനാണ് ചിരിയോട് ചിരി. രാത്രി ചിരിക്കാനുള്ള പറ്റിയേ എന്ന് പറഞ്ഞേ, ചിരിക്കാന്ന് ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ ഞങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ഉണ്ട്, അത് വിനീതാന്ന് ഓർത്തേ, നീ കൊടുക്കും മെളിച്ചേടം കോസം മറുതല്ലി കണ്ണുക്കുടുത്ത് ചേസാവ് నువ్వు എന്ന് പറഞ്ഞ അവൻ്റെ അവസ്ഥ. എടാ പച്ച മലയാളത്തിൽ എന്നാ ഓർഡറാവേ എന്ന് പറഞ്ഞു നടന്നാൽ വരും. നീ കൊടുക്കും മേളിച്ചേടം കോസം മറുതല്ലി കണ്ണുക്കുത്ത് ചേസാവ് నువ్వు നീ സ്വാർത്ഥപോലെ నేను സുഖപ്പെടലേതു. അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ 2002-ൽ ഞാൻ ധൂൾ എന്നൊരു സിനിമ ഭയങ്കര ഹിറ്റായി തമിഴിൽ, ധൂൾ. അതിനകത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ആ സെയിം പടം ഉടനെ ഇതുപോലെ റീമേക്ക് ചെയ്യുന്നു. ഉടനെ ഞാൻ തെലുങ്കിൽ പോയി ചെയ്തു. തെലുങ്കിൽ ചെയ്തപ്പോൾ ഞാൻ ഈ അസോസിയേറ്റ് അടുത്ത് നിന്ന് ഇങ്ങനെ ഡയലോഗ് എഴുതിയെടുക്കുമ്പോൾ അയാൾ, സാർ എന്നാ സാർ നിങ്ങൾ എല്ലാം ഡയലോഗ് എഴുതിയെടുക്കരുത്, தேவையில்லை சார், இங்கே வருது ஆர்டிஸ்ட் எல்லாம் ப்ராம்ப்டிங் சார். ഞാൻ ചോദിച്ചു ആര് സാർ? എനിക്ക് ദേവം വരാറ്, പഴയ ക്യാപ്റ്റൻ രാജു, മറ്റേ കലാപമണി എല്ലാം വന്ന് പണിയിട്ട് இருக்காரு, അവരെല്ലാം പ്രാംപ്റ്റിങ് സാർ. നമ്മൾ എന്ത് പ്രാംപ്റ്റിങ്, എപ്പിടി പ്രാംപ്റ്റ് പண்றாங்க സാർ? എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് പറയുന്നത്? ഞാനെന്ന് പറയുന്നത് പറയോ? ഇല്ല, ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയേ. നീ കൊടുക്കണം മേടിച്ചോളും കോസാ, നീ കൊടുക്കണം. ആ ലാസ്റ്റ് സീനൊക്കെ ഇല്ലേ, എൻ്റെ കുട്ടന്തമ്പരാൻ വയലൻ്റ് ആയിട്ട് ഫസ്റ്റ് നൈറ്റിൽ എല്ലാം ഇട്ട് താഴെ വന്ന് എല്ലാവരും എന്നെ ചതിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കല്ലേ, നിങ്ങളെല്ലാവരും എന്നെ ചതിക്കായിരുന്നില്ലേ എന്ന് പറയുന്ന సాధన അവിടെ പറയണ്ടേ? నీ స్వార్థవల్ల నేను సుఖపడలేదు, నిన్ను కాళిదాసు సుఖపడలేదు, ఇద్దరి మధ్య కాలిపోయిన జ్యోతి కూడా సుఖపడలేదు. నీ పాపానికి నిష్కృతి కావాలంటే నీ చేతుల మీదునువే జ్యోతిని కాళిదాసుకు అప్పజెప్పాలి. కాబట్టి నేను ఒక నిర్ణయం తీసుకున్నాను, వీటన్నిటికి అసలు సిసలైన మౌన కారణం నా ఆజన్మ శత్రువు మూర్ఛరోగం. ఆ రోగం నాకు పోవడం లేదు, ఎలా పోటు కోల నాకు తెలుసు, ఆ రోగం కుదరలేదు నాకు. രക്ഷയുള്ളൂ, ഇത് മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ദളപതിയിലൊക്കെ അഭിനയിച്ചപ്പോഴേ നമുക്ക് നമ്മുടെ കബാലി അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് രജനീകാന്ത് വെച്ച്. അയ്യോ, ഞാൻ സിമ്പിൾ മനുഷ്യൻ, ഇത്രയും സിമ്പിളായിട്ട് ഞാൻ നോക്കുമ്പം പ്രൊഡക്ഷൻ വണ്ടിയിലാണ് വരുന്നത്. സ്വന്തം വണ്ടി അദ്ദേഹത്തിന് ഏതോ ഒരു ചെറിയ അംബാസഡർ മാത്രമേ ഉള്ളൂ, അന്നേ ഉള്ളൂ. അപ്പോൾ വന്ന് രാവിലെ നമ്മളൊക്കെ രാവിലെ എത്തും, നമ്മളൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലൈനായിരുന്നു അത്. അപ്പം അവിടെ വന്ന് നേരത്തെ നിൽക്കും. അപ്പം നേരത്തെ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം രജനി സാർ വരുന്നതും വന്നിറങ്ങുന്നതും ഒക്കെ കാണാൻ എങ്ങനെ സ്റ്റൈലായിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെയൊന്നുമല്ല, പുള്ളി സിമ്പിളായിട്ട് ഈ GV ഫിലിംസ് കൊടുക്കുന്ന ഒരു അംബാസഡർ കാറിൽ വീട്ടിൽ നിന്ന് വന്ന് ഇറങ്ങി വർക്ക് ചെയ്തിട്ട് പോകും. പിന്നെ ഇടയ്ക്ക് ഒരാൾ സ്ഥിരം കൂടെ ഉണ്ട്, മാനേജറെ പോലെ, ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റാണ്, ജയറാം എന്നാണ് പേര്. അപ്പം ജയറാമിൻ്റെ ഈ 555 സിഗരറ്റ് ഉണ്ട്. ഇടയ്ക്ക് അന്ന് ഭയങ്കര ചെയിൻ സ്മോക്കറാണ് പുള്ളി, ജയറാം, അതിന് സ്റ്റൈലാണ് ജയറാം. ഇങ്ങനെ കാണിച്ച് ജയറാം അപ്പോൾ കൊടുക്കും സിഗരറ്റ്. വലിച്ചു സംസാരിച്ചു. നാഗേഷ് സാറുണ്ട്, അവരൊക്കെ ഒരു ദിവസം നാഗേഷ് സാറായിട്ട് ഇങ്ങനെ അകത്ത് ബ്രേക്ക് സമയത്ത് സംസാരിച്ചുകൊണ്ടെന്ന് ഞാൻ പയ്യെ ചെന്നു. അതുവരെ ഞാൻ ഇങ്ങനെ നോക്കി കണ്ട് നിൽക്കുക, സാറിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. സാറിന് என் பேர் மனோஜ் கே ஜெயின், நான் இதில் சின்ன வேஷம் பண்ணிட்டுருக்கு. நான் பார்த்தாச்சு, உங்களை பார்த்தாச்சு. சார் ஒரு ஸ்டில் எடுக்கணும் சார். பண்ணுங்க வாங்க 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 வாங்க. ஆறு எடுக்கு, நீங்கள் எடுக்குதா? ஒன்று ஃபோட்டோகிராஃபர் விളിച്ചു.
എടുത്ത് പുള്ളി എന്നെ നടുക്ക് നിർത്തി നാഗേഷ് സാറും രജനി സാറും നിൽക്കുന്ന പടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ഒരു മതിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളുടെ ആക്ടിങ് പ്രൊഫസർ എന്ന് പറയുന്നത് ആദം അയ്യൂബാണ്. ആദം അയ്യൂബ് അന്ന് രജനി സാറിൻ്റെ കൂടെ ഫിലിം ചേംബറിൽ അഭിനയം ഒരുമിച്ച് പഠിച്ചാണ്. അന്ന് ഗോൾഡ് മെഡലിസ്റ്റാണ് ആദം അയ്യൂബ്. രജനി സാർ അവിടെ ജസ്റ്റ് പാസ് ഉള്ളതാണ്. പക്ഷെ രണ്ടും രണ്ട് ദിക്കിലാണ്. അപ്പം ഞാൻ ഓർത്തു ഇതൊരു കെയർ ഓഫ് ആദം അയ്യൂബ് സാറിൻ്റെ കാര്യം പറഞ്ഞു നോക്കാം. ചിലപ്പോൾ അങ്ങനെ ഓർക്കൂലും ഇല്ലായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാർ இன்னொரு விஷயம் சார் சொல்லுங்க என்ன சார் உங்கள் ஃப்ரெண்டு நீங்கள் கூட உங்கள் கூட இன்ஸ்டியூட்டில் படித்த ஒரு ஆள் தெரியுமா? யார் பேர்? ஆதம் அயூப். அயூபா எங்கே இருக்காரு? பயங்கர ஆகாംക്ഷ അങ്ങനെ സന്തോഷം കാണണം. അയ്യൂബാ അയ്യൂബ് ഫ്രണ്ട് நான் ക്ലാസ്മേറ്റ് എங்கே இருக்காரு? என்ன பண்ணிட்டு இருக்காரு? ഞാൻ സാർ അവരെൻ്റെ സാറാണ് സാർ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ പ്രൊഫസറാണ്. അപ്പടിയാ ഞാൻ കേട്ടാ சொல்லுங்க അവർക്കിട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഞാൻ തിരിച്ചു വന്നപ്പോഴേ അയ്യൂബ് സാറിനെ വിളിച്ചു. സാർ എന്ത് ഈ അയ്യൂബ് സാർ എന്ന് പറഞ്ഞാൽ വളരെ ലോ പ്രൊഫൈലായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഈ ഒരു കെയർ ഓഫും പറഞ്ഞ് മദ്രാസ് ചെല്ലുക, ഒരു ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാനൊക്കെ അങ്ങനെ വിചാരിച്ച് ഈസിയാണ്. പക്ഷേ അയ്യൂബ് സാർ അതൊന്നും ചെയ്തില്ല. ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അയ്യൂബ് സാർ. മനോജ് ചേട്ടാ, ഇപ്പം നമ്മൾ രജനി സാറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, രജനി സാറിൻ്റെ ഒരു പാട്ട് പറയും. രജനി സാർ അടുത്ത കാലത്ത് വന്ന പാട്ടുകളെക്കാളും എനിക്കിഷ്ടം പഴയ പാട്ടുകളാണ്. രജനി സാർ ആദ്യകാലത്ത് വന്ന வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே, வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே, நமது கதை புது கவிதை இலக்கணங்கள் இதற்கு இல்லை, நான் ஒன்று பூமாலையோ, வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே, லாலா லாலா ലാ. വെരി ഗുഡ്, വെരി ഗുഡ്. മനോജ് ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും ഈ മനോജ് ചേട്ടൻ അഭിനയിക്കുന്ന പടം ഓക്കെ നല്ലൊരു സിംഗർ ആയിരുന്നു. പിന്നെ മനോജ് ചേട്ടൻ പാടി അഭിനയിച്ച ഏതെങ്കിലും സിനിമ ഉണ്ടോ? അതെനിക്കന്ന് സായിവർ തിരുമേനി എന്ന് പറഞ്ഞ സിനിമ ഷാജൂൻ കരൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ഗോപിയാണ് നായകൻ. അപ്പോൾ ഞാനപ്പോൾ ഈ ഭരതേട്ടൻ്റെ പടം ചുരവും ഇളമുറത്തമ്പരാൻ കലാപം ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ട് കുറച്ച് നല്ല പൊട്ടൽ പൊട്ടിയിട്ട് മദ്രാസിൽ സൈലൻ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹീറോ വേഷത്തിലേക്ക് പോകണോ വേണ്ടോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലിരിക്കുകയാണ്. ഹീറോ വേഷം വന്നാലും പേടിയാണ് അവസ്ഥ. അപ്പോഴാണ് ഈ ഷാജൂൻ കരയിൽ ഇങ്ങനെ വിളിക്കുന്നത്. അവർക്കാണ് ഒരു ഭയങ്കര ഡെലിക്കസി വിളിക്കാൻ. മനോജ് ഒന്നും തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, ഇപ്പോൾ ഇതൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ. പക്ഷേ വില്ലൻ എന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ഈക്വൽ അല്ല, അതിന് തൊട്ട് മേളിലെന്ന് വേണം പറയാം. സുരേഷ് ഗോപിയാണ് ഹീറോ. ഞാൻ കഥ പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അപ്പം ഷാജുവിന് വലിയ സന്തോഷം. ഷാജു ആ കൂടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മനോജ് ഇതിൻ്റെ അകത്തൊരു സിറ്റുവേഷനിൽ പാട്ട് പാടാനുണ്ട്, നിങ്ങൾ തന്നെ പാടി അഭിനയിക്കുന്ന പാടാൻ പറ്റുമോ? ഞാൻ നോക്കാം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. രവീന്ദ്രൻ മാഷ മ്യൂസിക് എന്ന് പറയുമ്പോൾ ടാപ്പ് നല്ല അവസരമല്ലേ, നമുക്കത് വലിയൊരു നിധി പോലെ സൂക്ഷിക്കാം, കാരണം അനുഗ്രഹമല്ലേ. അപ്പോൾ ഞാൻ രവീന്ദ്രൻ മാഷിനെ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പാട്ട് പാടുന്നു. അല്ലിക്കള്ളിന് വെള്ളം കൂട്ടി തമ്പ്രാൻ എന്നെ പറ്റിച്ച്. ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി കള്ളടിച്ചിട്ട് രാത്രി അല്ലിക്കള്ളിന് വെള്ളം കൂട്ടി തമ്പ്രാൻ എന്നെ പറ്റിച്ച്, ആര്യൻ കള്ളിന് കൂട്ടി തമ്പ്രാനെ ഞാനും പറ്റിച്ച്, ഇങ്ങനെ ഒരു പാട്ട് ഭയങ്കര ഫുള്ള് തണ്ണിയൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് ഈ പാട്ട് പാടിയത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മനോജേട്ടൻ ചെയ്ത പടങ്ങൾ ഇച്ചിരി കുറവാന്നേ പോലും ആ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ നമ്മുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെയും മനസ്സിൽ അതിങ്ങനെ എന്നാ പറയാ, അത് അവിടെ കിടക്കുക, അത് മാറില്ല. വന്ന സമയത്ത് അങ്ങനെ കുറെ ചൂസ് ചെയ്തു. എനിക്ക് അങ്ങനെ വരുന്നുള്ളായിരുന്നു സിനിമകൾ. ഇപ്പോൾ സർഗം കഴിഞ്ഞപ്പോൾ ഉടനെ വളയം കിട്ടി, വെങ്കലം കിട്ടി, ജയരാജിൻ്റെ കുടുംബസമേതം, വീണ്ടും കമലിൻ്റെ ഗസൽ, പരിണയം, സല്ലാപം, വെങ്കലം, ചമയം, ഇങ്ങനെയുള്ള എല്ലാം നല്ല സിനിമകളാണ് എനിക്ക് വന്നത്. ഇതൊന്നും ഞാൻ ചൂസ് ചെയ്തില്ല, എനിക്ക് അതേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്ക് മാറ്റം വരണമെന്ന് ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാർക്കും തോന്നി. ഇയാളെ ഇങ്ങനെ ക്ലാസിക് ഫിലിംസ് എല്ലാം, അപ്പോൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പടത്തിലേക്ക് വരട്ടെ എന്ന് വെച്ചാൽ പാളയത്തിൽ തന്നെ വിളിക്കുന്നത്. അപ്പോൾ പാളയത്തിൽ വിളിക്കുമ്പോൾ എനിക്ക് മടിയാണ്. അതൊരു കൊമേഴ്സ്യൽ പടമല്ലേ, ലോറി ഡ്രൈവറൊക്കെ ആയിട്ട് എനിക്കങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്നോട് തോന്നിയിട്ടുണ്ട്, അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു, മനോജ് വിടരുത്, അത് നിങ്ങൾക്ക് വേറൊരു ഇമേജ് കിട്ടും, ആക്ഷൻ ഹീറോ എന്നുള്ള ഇമേജ് കിട്ടും. അങ്ങനെയാണ് ഈ പാളയം ചെയ്തത്, ഭയങ്കര ഹിറ്റാവുകയും ചെയ്തപ്പം
ആക്ഷൻ ഹീറോ വേഷം കളിക്കുന്നത്. ആ ഒരു സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആനിയുടെ സ്വന്തം ഷാജിയേട്ടൻ്റെ സിനിമയിലേക്ക് എനിക്ക് വിളി വരും. പാളയം മുരുകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ഭയങ്കര ഒരുപാട്. ഷാജിയേട്ടൻ തന്നെ മറ്റുള്ള മാഫിയ അല്ലെങ്കിൽ മറ്റുള്ള ഏകലവ്യം പോലത്തെ ഒരു പാറ്റേൺ ഷെയ്ഡേ അല്ല അതിൻ്റെ ക്യാമറ വർക്കും അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഫീലും ഒക്കെ ഭയങ്കര റോ ആണ്. ഷാജിയേട്ടൻ ഏറ്റവും ഡിഫറെന്റ് സിനിമയാണ് അസുരവംശം. ശരിക്കും ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റ് ഏതാ? ഇനി വരാൻ പോകുന്നത് ഒരു 5 ഫിലിമാണ്. അതിൽ 2 തമിഴാണ്. ഒന്ന് തമിഴിൽ ഒരെണ്ണം എന്ന് പറയുന്നത് പട്ടണപ്പാക്കം, അതായത് നമ്മുടെ ഭാവനയുടെ ബ്രദർ ജയദേവനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെൻ്റെ വൈഫായിട്ട് ഛായ സിംഗ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. പട്ടണപ്പാക്കം അത് ലീഡ് റോളാണ്. പിന്നെ വേറൊന്നും നമ്മുടെ വീണ്ടും ഒരു കാതൽ കഥ എന്ന് പറയുന്നത് നമ്മുടെ തട്ടത്തിന് മറിയത്തിൻ്റെ അങ്ങനെ റീമേക്ക്. അപ്പോൾ സെയിം പോലീസ് ഓഫീസർ ക്യാരക്ടർ ഞാൻ തമിഴ് ചെയ്തിരിക്കുക. അതിപ്പോൾ എനിക്ക് ഈ ആഴ്ച റിലീസാണ്. പിന്നെ മലയാളത്തിൽ സക്രിയ പോത്തൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു സിനിമ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു, റെഡിയാണ്. പിന്നെ നമ്മുടെ വിജയമേനോൻ, ആക്ടർ വിജയമേനോൻ ഒരു സിനിമ വളരെ വർഷങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്നു, വിളക്കുമരം, അതിൻ്റെ കഴിഞ്ഞു. പിന്നെ പള്ളിക്കൂടം എന്നൊരു വിനീത് സിനിമ ഒരുപാട് കാണുമ്പോൾ വീണ്ടും ഞങ്ങൾ കുറേ ചിരിച്ചു കോഴിക്കോട് കണ്ടപ്പോൾ. അവന് ഷോട്ട് നിൽക്കുമ്പോൾ വലിയ ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കുന്നത്, പക്ഷെ അവൻ എന്നെ കണ്ട് ചിരിക്കും. മനോജേട്ടൻ ബേസിക്കലി മനോജേട്ടന് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് മനോജേട്ടനും അറിയാം, നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മനോജേട്ടന് ഇഷ്ടം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ഏതാ? എനിക്ക് എന്നിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന, ഇപ്പോൾ ഉദാഹരണം അർദ്ധനാരിയൊക്കെ പോലത്തെ മൊത്തം എനിക്കങ്ങ് മാറണം. എന്നിൽ നിന്ന് ഒരുപാട് മാറി ചെയ്യാൻ പറ്റുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള, എനിക്ക് എടുത്താൽ പോകാത്ത ക്യാരക്ടർ എന്ന് തോന്നുന്ന ക്യാരക്ടറിലേക്ക് പോകാനാണ്. അനന്തഭദ്രം ഷുവർ. കാരണം അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കിടുങ്ങി. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ് കുറച്ച് എൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിലേക്ക് ദിഗംബരം കയറി തുടങ്ങി. പിന്നെ അത് വിട്ടു. പിന്നെ വേറെ പടങ്ങൾക്ക് ഉടയോനൊക്കെ പോയില്ല, ഉടയോനോ അതിനൊക്കെ പോയി, ഭദ്രേട്ടൻ്റെ പടത്തിനൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ആനന്ദഭദ്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഒറ്റപ്പാലത്ത് എത്തുന്നതും. എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് കുറച്ച് 6-7 മാസം പറഞ്ഞ കഥയാണ്. പക്ഷേ ഈ പട്ടം റഷീദ് മേക്കപ്പ് ചെയ്യാൻ എന്നെ ഇരുത്തി. ഞാനൊരു പൊട്ടൻ മേക്കപ്പിലാണ്, പൊട്ടൻ്റെ അഗ്ലി പല്ലുമൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് മേക്കപ്പൊക്കെ ആയിട്ട് ഉടയൊന്നും സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ സെറ്റിൽ നിന്നാണ് ഞാൻ ഈ ആനന്ദഭദ്രത്തിന് എത്തുന്നത്. അപ്പോൾ വന്നിരുന്ന് ആ ക്യാരക്ടർ നിൽക്കുകയല്ലേ. പെട്ടെന്ന് ഉച്ചയ്ക്ക് വന്നിരിക്കുന്നു ഒറ്റപ്പാലത്ത് നമ്മുടെ ഷാജിയേട്ടൻ്റെ സ്ഥിരം ലൊക്കേഷൻ വരിക്കാശ്ശേരി മനെ വന്നിട്ട് ആ തിണ്ണയിലിരുന്ന് പട്ടണം റഷീദ് മേക്കപ്പ് ചെയ്ത് തുടങ്ങി. ഞാൻ കുറച്ച് നേരത്തേക്ക് മുഖത്തോട്ട് നോക്കിയില്ല. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കറുപ്പോ ഇതൊക്കെ വരയ്ക്കുന്നുണ്ട്. കയ്യിൽ നഖം ഇട്ടു, അതിട്ടു, കോസ്റ്റ്യൂം തന്നു കറുപ്പ്. ഞാൻ ഇനി കണ്ണാടിയും തരാൻ പറഞ്ഞു. നോക്കി ഇങ്ങനെ കണ്ണാടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എവിടെയോ ഇത് ഞാൻ ദിഗംബരനാണോ, ഞാൻ ഇയാളാണോ, ഇത് വല്ലാത്തൊരു വേറെ ടൈപ്പ് സാധനമായല്ലോ, ഞാൻ മാറിപ്പോയല്ലോ എന്നുള്ളൊരു സാധനം മനസ്സിൽ കിട്ടി. അങ്ങനെ ആ ഒരു ഊർജ്ജത്തിലാണ് പെട്ടെന്ന് ഫസ്റ്റ് ഷോട്ടിന് വിളിക്കുമ്പോഴാണ് മറ്റേ ആ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചാടി നിന്നിട്ട് തിരനുരയും ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. താങ്ക് യു. വാക്കുകളില്ല പറയാന്, ശരിക്കും നല്ലതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പിണക്കമുണ്ട്. ആശയുടെ ഞാനിവിടെ പ്രതീക്ഷിച്ച, പക്ഷെ വന്നില്ല. ആശയുടെ എൻ്റെയും ഇപ്പോഴത്തെ പുതിയ സന്തതി എന്ന് പറയുന്നത് 4 പേര് അവനെ നോക്കാൻ നടക്കില്ല, അത്ര കുസൃതിയാണ്. ആശ ഭയങ്കര ക്ഷമയുള്ള ആളാണ്. ഒരുപാട് അവനെ ഞാൻ അടിക്കൊന്നും ചെയ്യുന്നത് ഞാൻ പറയും, വഴക്ക് പറയും, വേണോ. അപ്പോൾ അച്ഛ അമ്മേനെ വക്ക് പറയുന്ന, അച്ഛ അമ്മേനെ വക്ക് പറഞ്ഞു. എന്നെ ഇപ്പം ഫോണിലും വിളിച്ച് പറഞ്ഞു തുടങ്ങി, അമ്മ ഇപ്പം എന്നെ വക്ക് പറഞ്ഞു, അമ്മ അടിക്കുമോ? ഞാൻ അച്ഛ വീട്ടിൽ വന്നിട്ട് അടിക്കാടാ, അച്ഛ വീട്ടിൽ വന്നിട്ട് അടിക്കുക. അപ്പോൾ എല്ലാം ചേച്ചിയുടെ അടുത്ത് ഓടും. ഞാൻ വീട്ടിലില്ലെങ്കിൽ കുഞ്ഞാരി ചേച്ചിയുടെ അടുത്ത് പോകും. അമ്മ എന്നെ വക്ക് പറഞ്ഞു, ചേച്ചി അമ്മ വക്ക് പറഞ്ഞു. ചേച്ചി ഭയങ്കര സപ്പോർട്ട്.